വിക്രമാദിത്യ രാജസദസ്സിലെ പണ്ഡിത വാര്യരായിരുന്നു വരരുചി. വിധിയുടെ വിളയാട്ടം വന്നതുകൊണ്ടു മാത്രം അദ്ദേഹത്തിന് പഞ്ചമി എന്ന പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. വരരുചി പഞ്ചമിയെ കൂട്ടി ദേശാടനം തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് 11 ആണും ഒരു പെണ്ണുമായി 12 മക്കൾ പിറന്നു. കുഞ്ഞിന് വായുണ്ടെങ്കിൽ ഈശ്വരൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ടാകും എന്നു പറഞ്ഞ് വരരുചി മക്കളെ പരിപാലിച്ചില്ല. വരരുചിയുടെ നിർബന്ധത്തിന് വഴങ്ങി പഞ്ചമിക്ക് താൻ ജന്മം നൽകിയ ഓമനപുത്രി ഉൾപ്പെടെ 11 മക്കളെയും പ്രസവിച്ച ഉടൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. പഞ്ചമി 12ാമത്തെ കുഞ്ഞിനും ജന്മം നൽകി. വരരുചി തൻ്റെ സ്ഥിരം ചോദ്യം ആവർത്തിച്ചു: കുഞ്ഞിന് വായുണ്ടോ? 11 മക്കളെയും പെരുവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ മാതാവിൻ്റെ ഹൃദയം തേങ്ങി. ഈ കുഞ്ഞിനെങ്കിലും വളർത്തണമെന്ന ആഗ്രഹം കൊണ്ട് പഞ്ചമി ഒരു കള്ളം പറഞ്ഞു: ഇല്ല, കുഞ്ഞിന് വായില്ല. എങ്കിൽ ആ കുഞ്ഞിനെ എടുത്തോളൂ. ഭർത്താവിൻ്റെ അനുമതി ലഭിച്ച മാത്രയിൽ പഞ്ചമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ ആ കുഞ്ഞിനെ കൈകളിൽ വാരിയെടുത്ത് അതിൻ്റെ ഓമന മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി. ഒരു നിമിഷം അവൾ അന്ധാളിച്ചു. ആ കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല, കൂടാതെ ജീവനും. താൻ പറഞ്ഞ നുണ യാഥാർത്ഥ്യമായത് കണ്ട് ഹൃദയം തകർന്ന് അവൾ അലമുറയിട്ട് കരഞ്ഞു. പഞ്ചമിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വരരുചി ഇങ്ങനെ പറഞ്ഞു: നോക്കൂ പഞ്ചമി, നമ്മളുടെ ഈ ഓമനപുത്രൻ അമാനുഷിക ശക്തിയും ചൈതന്യമുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ ഇവിടെ പ്രതിഷ്ഠിക്കാം. വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ ഇവൻ പ്രശസ്തനാകും. ഭർതൃവചനങ്ങൾ വേദവാക്യമാക്കിയ ഉത്തമയായ പഞ്ചമി മറുത്ത് എന്ത് പറയാം? അങ്ങനെ വായില്ല കുന്നിലപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ടു. പറയിൽപ്പെട്ട പന്തിരുകുലത്തിൻ്റെ കഥ അവിടെ ആരംഭിക്കുകയായി. വായില്ല കുന്നിലപ്പനൊഴികെ ഭർതൃകൽപ്പനയനുസരിച്ച് പഞ്ചമി ഉപേക്ഷിച്ച 11 മക്കളെയും 11 പേർ എടുത്തു വളർത്തി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, വെളുത്തേടൻ, ആശാരി, പാണൻ, മാപ്പിള തുടങ്ങിയ നാനാജാതി മതസ്ഥരാണ് ഓരോ കുഞ്ഞിനെയും എടുത്തു വളർത്തിയത്. 11 കൈകളിൽ 11 സ്ഥലങ്ങളായി പല ജാതിക്കാരായാണ് വളർന്നതെങ്കിലും ശൈശവം പിന്നിട്ടപ്പോൾ ആ 11 പേരും തങ്ങൾ ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ വർത്തിക്കാൻ തുടങ്ങി. അഗോത്രി, രചകൻ, പെരുന്തച്ചൻ, വള്ളോൻ, നാറാണത്ത് ഭ്രാന്തൻ, ഉപ്പുകൂച്ചൻ, വടതലയാൻ, പാണനാർ, പാക്കനാർ, അവകനൂർ ചാത്തൻ, കാരക്കാവിലമ്മ, വായിൽക്കുന്നിലപ്പൻ എന്നീ 12 പേരിൽ വരരുചി പഞ്ചമി ദമ്പതികൾക്ക് പിറന്ന 5ാമത്തെ സന്തതിയാണ് നാറാണത്ത് ഭ്രാന്തൻ. പ്രവൃത്തികളിലെ വൈവിധ്യവും പെരുമാറ്റത്തിലെ അസാധാരണത്വവും കൊണ്ട് ഭ്രാന്തൻ എന്ന് അറിയപ്പെട്ടിരുന്ന നാറാണത്തിൻ്റെ ജീവിതകഥ നമുക്ക് ഒട്ടേറെ ഗുണപാഠങ്ങൾ നൽകുന്നവയാണ്.